ഗണിതക്കാരും ചില കാണാക്കാര്യങ്ങൾ പറയുന്നതും അടുത്തുവരുന്നതുമെന്ന് സംശയിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടി ശ്രദ്ധേയമാകേണ്ടതാണ്. ഒരിക്കലും അവരുടെ പിന്നാലെ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മുജാഹിദ് പ്രസ്ഥാനവും ഈ കാര്യങ്ങൾ പറഞ്ഞത് പഠിപ്പിച്ചത് ഒരിക്കലും ജ്യോത്സ്യനടിക്കൽ പോകരുത്, കണിയാന്റെ അടുക്കൽ പോകരുത്, ഈ ബശിനോട്ടക്കാരുടെ അടുക്കൽ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മന്ത്രവാദികളുടെ പിന്നാലെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നശിക്കും, സംശയമില്ല, നശിപ്പിക്കും, സംശയമില്ല. മന്ത്രവാദികളുടെ പിന്നാലെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ജനതയെ നശിപ്പിക്കും, ജ്യോത്സ്യന്മാർ നശിപ്പിക്കും. എത്രത്തോളം? ഇന്നും അതിന് സാക്ഷികൾ, തെളിവുകൾ ഒരുപാടുണ്ട്. മാധ്യമങ്ങളിൽ അടുത്ത സമയത്ത് വന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ അച്ഛൻ നിലത്തടിച്ചു കൊന്നു. ആലപ്പുഴ പുന്നപ്ര സ്വദേശി മധുവാണ് സ്വന്തം മകനെ ദാരുണമായി കൊല ചെയ്തത്. ഒരു ജ്യോത്സ്യന്റെ ഉപദേശപ്രകാരമാണ് ഇയാൾ കൊല നടത്തിയത്. അമ്മ സ്മിതയ്ക്ക് ദുഃഖം താങ്ങാനാവുന്നില്ല. അമ്മയെന്നുള്ള വിളി കേൾക്കുന്നതിന് മുമ്പേ ഭർത്താവ് കഴിഞ്ഞുൾപ്പത്തന്നെ കൊലപ്പെടുത്തി. സ്മിതയുടെ കുഞ്ഞുവാവ ജനിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. മുൻവശത്ത് വലിപ്പം കൂടിയ 2 പല്ലുകളുമായാണ് അഖിൽദേവ് ജനിച്ചത്. കുഞ്ഞ് ജനിച്ച സമയം മോശമാണെന്നും കുഞ്ഞു വളർന്നാൽ അച്ഛന് ആപത്തുണ്ടാകുമെന്നൊക്കെ ഒരു ജ്യോത്സ്യൻ മധുവിനോട് പറഞ്ഞു. ഈ അന്ധവിശ്വാസം കാരണമാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്. കുഞ്ഞിന്റെ തല ഇവിടം കൊണ്ട് ഇങ്ങനെ 2 സൈഡും കൊണ്ട് വീർത്തിരിക്കുന്നു, ഇവിടെ ഒട്ടിയിരിക്കും. അതാണ് നമ്മൾ കുഞ്ഞ് മിണ്ടുന്നില്ല. കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് വന്ന മലം മാത്രമായിരുന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാലിൽ പിടിച്ച് നിലത്തടിച്ചാണ് കൊന്നതെന്ന് പ്രതി സമ്മതിച്ചതായി കേസ് അന്വേഷിച്ച പുന്നപ്ര എസ് ഐ MK രാജേഷ് പറഞ്ഞു. കുട്ടി അച്ഛന് ദോഷമാണെന്നൊക്കെ ഉള്ളൊരു ധാരണയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസം കുറവ്, മദ്യപാനം, ഇതൊക്കെ വന്നപ്പോ അന്ധവിശ്വാസം, പിന്നെ നാട്ടുകാരിലാണ് ഇത് അറിഞ്ഞിട്ടുള്ള കളിയാക്കല്, ഇതൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടിയോടൊരു വൈരാഗ്യം ഉണ്ടായി. അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത പോലീസ് ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് മധുവിനെ ചോദ്യം ചെയ്തത്. തുടർന്നാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഇതാണ് ജ്യോത്സ്യനെ സമീപിച്ച ആളുടെ അവസ്ഥ. അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം മകനെ നിലത്തടിച്ചു കൊല്ലാനും തയ്യാറാകുന്നതാണ്. ഈ ഒരു ദുരവസ്ഥ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന അവസ്ഥ, എന്തിനും ഏതിനും ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകുന്ന അവസ്ഥ. മുജാഹിദുകൾ അവരെ രക്ഷിച്ചവരാണ്, സംശയമില്ല, രക്ഷിച്ചവരാണ്, സംശയമില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ, ജ്യോത്സ്യന്മാരെ കുറിച്ച് വന്ന കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജ്യോത്സ്യന്മാരിൽ നിന്ന് ആളുകളെ അകറ്റി അങ്ങോട്ട് പോകാൻ പാടില്ല. മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ എന്നിട്ട് അയാളോട് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചവനാണ് എന്ന ഹദീസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് തങ്ങന്മാരുടെ, കണിയാന്മാരുടെ, ബീവിമാരുടെ, ജ്യോത്സ്യന്മാരുടെ, മഷിനോട്ടക്കാരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ ഇത് മനസ്സിലാക്കുമ്പോൾ അതിന് മറുഭാഗം കൂടെ മനസ്സിലാക്കണം. എന്നാൽ ചില ആളുകൾ അവർ രംഗത്ത് വന്നു, മുജാഹിദുകൾക്കിടയിൽ തന്നെ കയറി വന്നു. മുജാഹിദുകൾക്കിടയിൽ തന്നെ അവർ കയറി വന്നു. എന്നിട്ടോ അടിച്ചിറക്കൽ വടിയുമായി നടന്നു, ജിന്നിനെ ഇറക്കാൻ നടന്നു. മുജാഹിദ് പ്രസ്ഥാനം കണ്ണടച്ചിരുന്നോ? ഇല്ല. ആരാണ് എന്ന് പറയണമെന്നാ, ആരാണെന്ന് പറയണം. നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ഞങ്ങൾ പറയണോ നിങ്ങളോട് ആരാണ് എന്ന്? ആരാണ് ആ വടിയുമായി നടന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമല്ല. നേരെ മറിച്ച് ആരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരണോ? വടിയുമായി നടന്നത് ആരാണ് എന്ന് നിങ്ങളുടെ ഏജന്റ് തന്നെയല്ലേ? അയാളുടെ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് നെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളല്ലേ? മുജാഹിദ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് അയാൾ പറഞ്ഞ ആക്ഷേപങ്ങൾ മുറിച്ചിട്ട് കേട്ടോളൂ എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുന്നത് നിങ്ങളല്ലേ? ഈ സാധുവായി എന്നെ കുറിച്ച് പോലും ഈ അടുത്ത സമയത്ത് അയാൾ നടത്തിയ ഒരു പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ പച്ച നുണ അതുവരെ ഫേസ്ബുക്കിൽ കയറ്റി വിടുന്നത് മടവൂരികളെ നിങ്ങളല്ലേ? മുജാഹിദ് പ്രസ്ഥാനം നോക്കിയിരുന്നു. അടിച്ചിറക്കാൻ വന്ന, കഴുത്തിൽ പിടിക്കാൻ വന്ന ഈ അടുത്ത സമയത്ത് ഒരാള് പൂച്ച ഓടിയപ്പോ തോക്കെടുത്ത് ഇട്ടെന്നൊരു പിടിയതാണ്. അത് ജിന്ന് പാഞ്ഞതാണ്. അത് മുജാഹിദ് പ്രസ്ഥാനം നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അതുപോലെ തന്നെ മനസ്സിലാക്കണം, ജിന്നിനോട് സംസാരിക്കുന്നു. രോഗം വന്ന ആളുകൾ അവർക്കിങ്ങനെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എങ്ങനെ സംസാരിക്കുക? ജിന്നുമായിട്ട് സംസാരിക്കണം. പേരെന്താ? വസുമതി. എവിടെയാണ്? ഞാൻ ഈ പാലച്ചോട്ടിലാണ്. ഏത് പാലച്ചോട്ടിലാ? ഇന്ന പാലച്ചോട്ടിലാണ്. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന കലിഗിരടിയിലാണ്. പോകാൻ തയ്യാറുണ്ടോ? ഞാൻ പോകാം, ഇന്നത് ചെയ്താൽ. ഇങ്ങനെ ഈ സംസാരം പാടില്ല എന്ന് സലഫി പണ്ഡിതന്മാര് പറഞ്ഞതാ. പക്ഷെ സലഫികളുടെ പേരിൽ അത് ചെലവാക്കാൻ വന്നാൽ അത് മുജാഹിദുകൾ കൈകാര്യം ചെയ്യും. മടവൂരി വന്നാലും കൈകാര്യം ചെയ്യും, നിഷേധി വന്നാലും കൈകാര്യം ചെയ്യും, അതിര് വിട്ടവൻ വന്നാലും കൈകാര്യം ചെയ്യും.
ഉലുവ് അതിര് വിട്ടുകൊണ്ട് കടന്നു വന്നവരെ കൈകാര്യം ചെയ്ത പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. മൗദൂദി അതിര് വിട്ടു, മുജാഹിദിൽ എതിർത്തു അല്ലേ? മൗദൂദിസം അതിര് വിട്ടപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം എതിർത്തത്. അതുപോലെ തന്നെ മടമൂരികൾ നിഷേധിച്ചപ്പോഴാണ് ആദർശം അതിന് വെള്ളം ചേർത്ത് വ്യതിയാനം വരുത്തപ്പോഴാണ് മുജാഹിദിൽ എതിർത്തത്. അതുപോലെ ഈ ആദർശത്തിൽ ഇല്ലാത്തതിനാൾ കടത്തിക്കൊണ്ടുവന്നാലോ മുജാഹിദ് പ്രസ്ഥാനം നോക്കി നിൽക്കില്ല, അതിനെ വളരെ ശക്തിയായി എതിർത്തു. അവിടെയും നിലപാട് വ്യക്തമാക്കി, മുജാഹിദുകളുടെ നിലപാട് വ്യക്തമാക്കി, മുജാഹിദുകളുടെ നിലപാട് വ്യക്തമാക്കി. ആ നിലപാടുകൾ വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പൊ നോക്കുമ്പോ ഇപ്പൊ അവർക്കൊന്നുമില്ല, ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോന്നാ ആ പരാതി, കഴിഞ്ഞെന്ന പരാതിയോ. അപ്പം ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഉലുപ്പ് പാടില്ല. ഒരാൾക്ക് രോഗം വന്നാൽ അയാൾക്ക് മന്ത്രിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട്, അത് ചെയ്യാം, തർക്കമില്ല. മുജാഹിദുകൾ തർക്കിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ട് ഇന്ന് വരെ തർക്കിച്ചിട്ടില്ല. 1974 കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ എഴുതിയപ്പോഴും മറുപക്ഷവും മുജാഹിദുകളും അവിടെ ഏകോപിച്ചു, ശിർക്കൻ മന്ത്രങ്ങൾ പാടില്ലെന്ന മുജാഹിദുകൾ. അപ്പൊ മറുഭാഗം പറഞ്ഞു ആ വാദത്തോട് ഞങ്ങൾ യോജിക്കുകയാണ്. വാദപ്രതിവാദം ആ വിഷയത്തിൽ വേണ്ടതില്ല എന്ന് കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ 1974 വാദപ്രതിവാദ വ്യവസ്ഥ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ അവസാന വള്ളിത്തിലെ അവസാന ഭാഗം വായിച്ചു നോക്കൂ. മന്ത്രം, ഇസ്ലാമികമായ മന്ത്രത്തെ മുജാഹിദ് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രത്തിന്റെ പേരിൽ നടത്തുന്ന മന്ത്രവാദത്തെ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിട്ടുണ്ട്. അത് അന്നും എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർത്തിട്ടുണ്ട്. അതിന്റെ തലനാരിഴ കീറിപ്പടിച്ച് പരിശോധിച്ച് വ്യക്തമായ നിർദ്ദേശം അത് രേഖയായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞു പോവുകയല്ല, രേഖയായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞതിൽ വല്ല അബദ്ധമുണ്ടോ, തെറ്റുണ്ടോ, കുറ്റമുണ്ടോ, തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചോളൂ. തെറ്റുണ്ടെങ്കിൽ തിരുത്തും, അതല്ല അത് ശരിയാണ് എങ്കിൽ അംഗീകരിക്കേണ്ട ബാധ്യതയുണ്ട്. പിന്നെ പ്രസംഗിച്ച ഒരാള് ഒരു അപരാധം കൂടി പറഞ്ഞു എന്നെ പറ്റി. എന്താ പറഞ്ഞത്? അത് മടമൂരികൾ ജിന്നിനെ നിഷേധിക്കുന്നവരാണെന്നാണ് അനസ് മുസ്ലിയാർ പ്രസംഗിച്ചെടുക്കണം. അത് അനസ് മുസ്ലിയാരെ പുറത്താക്കണം. ഇവിടെ പ്രസംഗിച്ച സാധു പറയാം. ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ നന്നാകാൻ ഞാൻ പുറത്തു പോകണമെങ്കിൽ ഞാൻ പുറത്തു പോയി തരാം. പക്ഷെ നിങ്ങൾ നന്നാകണം, അതാണ് അത്, നിങ്ങൾ നന്നാകണം, അതാണ് വേണ്ടത്. പക്ഷേ ഞാൻ തെറ്റ് പറഞ്ഞു. നിങ്ങൾ ഖുർആനിലെയും ഹദീസിലെയും വന്ന, ഹദീസിലും ഖുർആനിലും വന്ന ജിന്ന് എന്ന പ്രയോഗത്തെ നിഷേധിച്ചവരാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഒരാൾ നിഷേധിച്ചിട്ടില്ല എന്നാണ്. ഇത് മുമ്പ് പുതിയ വാദമൊന്നുമല്ല, ഇത് പഴയ വാദമാണ്. അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി അത് കേട്ടോളൂ. ലത്തീഫ് മുസ്ലിയാർ പറഞ്ഞ മുസ്ലിയാരുണ്ട്, അല്ലെ മുസ്ലിയാർക്ക് പുറമെ ലത്തീഫ് മുസ്ലിയാർ. ആ ലത്തീഫ് മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ. വെല്ലുവിളിക്കാണ്. എന്താ വെല്ലുവിളി? ഏതായാലും അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയത്തിൽ എന്താ പറയുന്നത് നമുക്ക് കേട്ടോക്കാം. ആ കൂട്ടത്തിലൊന്ന് ഇത്തരം ഹദീസുകള് എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ചു തന്നെ ഒരധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ജിന്നിനെ കുറിച്ച് അബ്ദുസ്സലാം സലഫി ബാക്ടീരിയ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ ഒന്നാമതായി ഇത് പച്ച നുണയാണ്. കാരണം എന്താ? ഈ ആയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ജിന്ന് എന്ന് പദം വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിൽ ബാക്ടീരിയ എന്ന അബ്ദുസ്സലാം സലഫിയല്ല കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരെ തെളിയിക്കണം. തെളിയിച്ചുതരാം. കേട്ടോളൂ. സലാസുല്ലമി തന്നെ പറയുന്നു, അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. കേട്ടോളൂ. ഒന്ന് വാറോല ഹദീസ്, പിന്നെ സ്ഥിരപ്പെട്ട ഹദീസിലേക്ക്, പിന്നെ സഹിയാണ് തന്നെ വൈറസിനും ഫംഗസിനും ബാക്ടീരിയൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ജിന്നിനെ വേറൊരു വാദം മുഹമ്മദ് നബി പ്രയോഗിച്ചില്ല പദം. എന്നാ ഇതിന് വേറെ മുഹമ്മദ് നബി പ്രയോഗിച്ചൊരു വേറെ പദം പറഞ്ഞുകൊണ്ടൊക്കെ. വൈറസിന് മുഹമ്മദ് നബി എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിന് എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയ ആക്കിയാണ് ജിന്നിനെ. ഈ ഇതിനൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കും. പാമ്പിന് വരെ ഖുർആൻ ജിന്ന് പ്രയോഗിച്ചില്ലേ? ഇത് രണ്ടും കൂടെ നടക്കട്ടെ, ഒരു സംവാദം അവരിൽ നിന്ന് നടക്കട്ടെ. ഈ ആയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ജിന്ന് എന്ന് പദം വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിൽ
ബാക്ടീരിയ എന്ന അബ്ദുസലാം സുലമിയല്ല, കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. വൈറസിനും ഫംഗസിനും ബാക്ടീരിയൊക്കെ അറബി ഭാഷ പ്രയോഗിക്കാൻ ജിന്നു തന്നെ വേറൊരു വാദം മുഹമ്മദ് നബി പ്രയോഗിച്ചില്ല പദം. എന്നാ ഇനി വേറെ മുഹമ്മദ് നബി പ്രയോഗിച്ചൊരു വേറെ പദം ഇവർ പറഞ്ഞുകൊണ്ടേ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവർ തെളിയിക്കണം. വൈറസിന് മുഹമ്മദ് നബി എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിന് എന്താ പ്രയോഗിച്ചത്? ജിന്ന്. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും കേൾക്കാതെ എന്റെ അലിയെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് സീഡ് അടിച്ച കാശ് പോയില്ലേ? എന്ത് കഷ്ടാണ്. അതിങ്ങനെ കൊണ്ടുനടക്കാം വല്ലെന്തോ പ്രസംഗാന്ന് വിചാരിച്ചിട്ട്. സാധുവാണെന്ന് ചെയ്യാനാ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ ഇസ്ലാമികമായ വശം മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ മടവൂരി നിന്റെ പ്രവർത്തകൻ, മടവൂരിസത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകൻ സ്വന്തം വീട്ടിൽ ഹോമം കൊണ്ടുണ്ടാക്കിയത് അല്ലേ? സ്വാമി വിളിച്ചിട്ട് വീട്ടിൽ കയറിയ ജിന്നിറക്കാൻ വേണ്ടി ഹോമം കൊണ്ടുണ്ടാക്കിയല്ലേ മടവൂരി? നിഷേധിക്കാൻ പറ്റുമോ? ഇല്ലേ? ജീവിച്ചിരിക്കുന്ന തെളിവില്ലേ? എന്താ ഈ വിഷയം പഠിച്ചില്ല? വിഷയം പഠിച്ചില്ല, പഠിപ്പിച്ചില്ല അനുയായികൾക്ക്. ഇതെന്താണെന്നറിയില്ല. അവസാനം ഹോമം കൊണ്ടുണ്ടാക്കി വീടിനകത്ത് അല്ലേ? ഇത് കേൾക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പൊ നാളെ ഇവിടെ തോക്കുന്ന ഇസ്ലാം സീഡിയായിട്ട് നടക്കും. ഇവിടെ തോക്കുന്നത് ഇസ്ലാം കേട്ടോ. സീഡിയായിട്ട് നടക്കണ്ട. ഇത് നീയും പഠിച്ചിട്ടില്ല, അത് വലിയ പ്രശ്ന. അതുകൊണ്ട് എന്താ പറ്റിയത് കേട്ടോളൂ. ഇതാ ഇത് നോട്ടീസാ. കാരണം വെച്ചാൽ ഇത് എല്ലാവരും നന്നായി പഠിച്ചിരിക്കുന്നത്. പറ്റണ എന്താണ് പറ്റാത്ത എന്താണ് വേർതിരിച്ച് പഠിച്ചിരിക്കുക അപകടത്തിൽപ്പെടും. അതുകൊണ്ട് ആ പുസ്തകം നിങ്ങൾ വായിച്ച് പഠിക്കണം. കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തിൽ വിശദമായ പഠനം നടത്തി തെളിവുകൾ നിർത്തിയിട്ട് പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി അതല്ല കൗൺസിൽ CD അത് പിന്നെ പ്രദർശിപ്പിക്കുന്ന ഇയാൾ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ അതുകൂടി ആളുകൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കണമെന്നല്ലാതെ. ഇനി കേട്ടോളൂ, ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ നോട്ടീസ് ഇറക്കുക. ആകർഷണീയാക്കണോ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയണം എന്ന് പറഞ്ഞ നോട്ടീസ്. ഒന്നാമത് എന്തിനാ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ടോ? ചോദ്യം 1. 2. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധമല്ലേ? ചോദ്യം 2. RSSന്റെ വളർച്ചയ്ക്ക് കാരണം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളാണ്, വിശദീകരിക്കുക. 4. സ്ത്രീകളെ പൊതുരംഗത്തിറക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾക്ക് ഇസ്ലാമിക അടിത്തറ എന്താണ്? ചോദ്യം നമ്പർ 5. ജമാഅത്തെ ഇസ്ലാമിക്ക് മദ്ഹബിൽ വിശ്വാസമുണ്ടോ? ചോദ്യം നമ്പർ 6. വോട്ട് ചെയ്യുന്നത് ഹറാമാണ്, വോട്ട് ചെയ്യുന്നത് ശിർക്കാണെന്ന് വാദിച്ചവർക്ക് ഇപ്പോൾ എങ്ങനെ ഹലാലായി? ചോദ്യം നമ്പർ 7. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? 8. മുസ്ലിം തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ മൗദൂദിയല്ലേ? എത്രയെത്ര ചോദ്യങ്ങൾ, വിമർശനങ്ങൾ. അവ അവസാനിക്കുന്നില്ല. നമ്മുടെ നാട് അനുഭവങ്ങളെ നിഷേധിച്ച് ആരോപണങ്ങളെ വിശ്വസിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയാണെന്ന് രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ സംഘടനയാണെന്ന് മതക്കാർ നേരിട്ടറിയാൻ മാർഗങ്ങളുള്ളപ്പോൾ കേട്ടറിവുകൾ എന്തിന്? അതുകൊണ്ട് കടന്നു വരൂ എന്ന് പറഞ്ഞിട്ട് പരിപാടി വെച്ചു. പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി അടുത്തറിയാൻ, ആരോപണങ്ങൾ ദൂരീകരിക്കാൻ, അതിനോട് സംവദിക്കാൻ 2011 ഫെബ്രുവരി 27 താങ്കളെയും കുടുംബത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഓമശ്ശേരി സ്റ്റേറ്റ് ബാങ്ക് പരിസരത്ത് വേദി ഒരുക്കിയിരിക്കുന്നു. താങ്കൾക്ക് എഴുതി ചോദിക്കാം, മുഖാമുഖം സംവദിക്കാം. അതിന് ഉള്ള പരിപാടിയാണെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറങ്ങി. നോട്ടീസിലൊക്കെ ഇറങ്ങി. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി അറിയാൻ വേണ്ടി ആൾക്കാർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല്, ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയൊരു മൗലവി ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയൊരു മൗലവി, ആ മൗലവി ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്കയിൽ പോയപ്പോ അവിടുത്തെ ഒരു ആഫ്രിക്കൻ പെണ്ണിന്റെ കഴുത്തിൽ മുഴ. ഈ പെണ്ണ് നേരെ ഈ മുസ്ലിയാരെ സമീപിച്ചു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിയാര് വെള്ളത്തിൽ മന്ത്രിച്ചൂതി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, വിഷയം പഠിക്കാത്തോണ്ടാണേ. ഇത് പഠിക്കാത്തോണ്ട് ജംഇയ്യത്തുൽ ഉലമയെ പോലെ ഒരു സമൂഹം അവിടെ ഇല്ല. ദീൻ പഠിക്കുന്ന സമൂഹമില്ല. വോട്ട് ദീൻ എന്തോ ആയിക്കോട്ടെ, വോട്ട് നമുക്കുതാ. ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം ദീൻ എന്തോ ആയിക്കോട്ടെ, വോട്ട് നമുക്കുതാ. എന്നിട്ട് എന്താ സംഭവിച്ചു കേട്ടോളൂ. പത്രവാർത്ത, ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും പറയുന്നില്ല. ജനകീയ സംവാദം എന്ന പേരിൽ ഏറെ കൊട്ടിഘോഷിച്ച് ജമാഅത്തെ ഇസ്ലാമി ഓമശ്ശേരിയിൽ നടത്തിയ പരിപാടി വരുന്ന ആളുകൾ ജമാഅത്ത് കേന്ദ്രങ്ങൾ ചൂടേറിയ ചർച്ചയ്ക്കും പൊട്ടിത്തെറിയിലേക്കും എത്തിച്ചേക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്ന് അവകാശപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അസിസ്റ്റന്റ് അമീറുമാരായ MI അബ്ദുൽ അസീസ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, സൂറ മെമ്പർ യൂസുഫ് ഉമരി, മാധ്യമ എഡിറ്റർ O അബ്ദുറഹ്മാൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹദീസ് പണ്ഡിതൻ OP അബ്ദുസ്സലാം മൗലവി, ഹദീസ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് ഇപ്പം. കാരണം വെച്ചാൽ ഈ ജാതിയാണ് ഹദീസ് പഠിക്കുന്നത്. എന്നിട്ട് OP അബ്ദുസ്സലാം മൗലവി എന്ന് പറഞ്ഞ ആള് എന്താ ചെയ്യുന്നത് കേട്ടോളൂ.
വെള്ളത്തിൽ ഊതി മന്ത്രിക്കുന്നത് അനുവദനീയമാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സമർത്ഥിച്ചതാണ് വിവാദമായത്. അങ്ങനെ പ്രമാണം കൊണ്ട് സമർത്ഥിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ ഊതി മന്ത്രിക്കുന്നത് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല കേട്ടോ. അത് ജംഇയ്യത്തുൽ ഉലമ വിശദമായി ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകിയ വിഷയമാണ്. വായിച്ചോളൂ, പഠിച്ചോളൂ. ജമാഅത്തെ ഇസ്ലാമി നേരിടുന്ന സർവ്വ സമസ്യകൾക്കും പൂരണം നിർദ്ദേശിക്കാൻ കഴിയുന്ന മുഫ്തിയായി ജമാഅത്തുകാർ കാണുന്ന OP അബ്ദുസ്സലാം മൗലവിയുടെ നിലപാടിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിനായ വേദിയിലുണ്ടായിരുന്ന ജമാഅത്ത് നേതൃത്വം സദസ്യർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും നിഷേധിച്ച് തടിതപ്പുന്ന അവസ്ഥയാണ് കണ്ടത്. മന്ത്രം അനുവദനീയമാണ് സ്ഥാപിക്കുന്നതോടൊപ്പം കഴുത്തിൽ മുഴ പ്രത്യക്ഷപ്പെട്ട ആഫ്രിക്കൻ പെൺകുട്ടിക്ക് താൻ വെള്ളത്തിൽ മന്ത്രിച്ചു നൽകിയതും രോഗശമനമുണ്ടായതും ഉദാഹരണമായി OP തന്നെ പ്രസംഗത്തിൽ വിശദീകരിച്ചു. അനുഭവം, തജ്രിബ പറഞ്ഞതാണ്. അനുഭവം ഉണ്ടായി. അങ്ങനെ കഴുത്തിൽ മുഴയായിട്ട് വെള്ളുന്നപ്പോൾ ഞാൻ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്തു, കഴുത്തിലെ മുഴ മാറി വെള്ളത്തിൽ മന്ത്രിക്കാന്ന് തജ്രിബ പറയാ. ആര്? അനുഭവം പറയണ ആര്? OP അബ്ദുസ്സലാം പോലെ. ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥയെ എപ്പോഴാ? 2011 എന്ത് ജംഇയ്യത്തുൽ ഉലമ ഇല്ല അവിടെ. ജംഇയ്യത്തുൽ ഉലമ ഇല്ല. മടവൂരി ഹോമകുണ്ട് ഉണ്ടാക്ക. എന്ത് ജംഇയ്യത്തുൽ ഉലമ ഇല്ല? വ്യക്തമായി നിർദ്ദേശം നൽകാൻ, വ്യക്തമായി ദീൻ പറഞ്ഞു തരാൻ, ദീൻ ചർച്ച ചെയ്യാൻ, ഖുർആനും ഹദീസും പറയാൻ, അതിൽ പണ്ഡിതന്മാര് അഭിപ്രായമുള്ളവരും അഭിപ്രായ വ്യത്യാസമുള്ളവരും ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട് കാര്യങ്ങളെ പഠിച്ചറിഞ്ഞ് വിവച്ഛേദിച്ച് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളുകളില്ലാതെ പോയി. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉലുവ് അതിന് വിട്ടുപോകുന്നത് അംഗീകരിക്കുകയില്ല, നിഷേധിക്കുന്നതും അംഗീകരിക്കുകയില്ല. ഖുർആനും സുന്നത്തും വരച്ചു കാണിക്കുന്ന സുന്ദരമായ ആദർശം അത് നേർക്കുനേരെ മുജാഹിദുകൾ പറയുക തന്നെ ചെയ്യും. ഈ ആദർശ പ്രസ്ഥാനത്തെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം തെളിയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞകാല ചരിത്രത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്ത ഈ പ്രസ്ഥാനം ഇനിയുള്ള ഈ രൂപത്തിലുള്ള താൽക്കാലികമായ തടസ്സങ്ങളെയും പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കുക, ഈ ആദർശത്തെ മനസ്സിലാക്കുക. വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഇന്നിവിടെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കു ശേഷം ഹനീഫ് കായിക്കൂടി അത് വിശദീകരിക്കും. അതിനു പുറമെ ഇനി തുടർന്നങ്ങോട്ടുള്ള ആ പരിപാടികളും അതിന്റെ സീഡികളും നിങ്ങൾ വാങ്ങിക്കാണണം. ഇത് തുടർച്ചയാണ്, ഒന്നല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾ, ആ പരിപാടികളിലും നിരവധി കാര്യങ്ങൾ വ്യക്തമാക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം ഇവിടെ സംസാരിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അനസ് മൗലവി കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെ വലിയ ആവേശത്തോടുകൂടി മടവൂരികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അനസ് മൗലവി സൂചിപ്പിച്ചതുപോലെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ് അള്ളാഹുവിന്റെ റസൂലിന് സിഹർ ബാധിച്ചു എന്ന ഹദീസ്. എന്നാൽ മുസ്ലിം ലോകം അംഗീകരിക്കുകയും സഹീഹാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ഈ സംഭവം തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അതിന് ദുർന്യായങ്ങൾ നിരത്തി തള്ളിക്കളയുന്ന ഒരു പ്രവണത എല്ലാ കാലങ്ങളിലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ വിഭാഗങ്ങളുടെ
സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പ്രസംഗിച്ച ആളുകളും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ വിഷയത്തിൽ ഒന്നാമതായി പറഞ്ഞ ന്യായം ഈ ഹദീസ് വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നതാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ മടവൂരികൾ രൂപപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതുകയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ക്രോഡീകരിക്കുകയും അതിന് വിശദീകരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ മുഫസ്സിറുകളായി പരിഗണിക്കപ്പെടുന്ന ഇമാം തബരിയെ പോലെ, ഇമാം ഖുർത്തുബിയെ പോലെ, പിന്നീട് വന്ന ഇമാം ഇബ്നു കസീറിനെ പോലെയുള്ള ഒരുപാട് മഹാന്മാരായ പണ്ഡിതർ, ആ പണ്ഡിതന്മാരാരെങ്കിലും വിശുദ്ധ ഖുർആനിലെ ഇത്തരം ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഇസ്രായിലെയോ സൂറത്തുൽ ഫുർഖാനിലെയോ ആയത്തുകൾക്ക് വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടെന്നും ആ ആയത്ത് ഈ ഹദീസിന് വിരുദ്ധമാണ് എന്നും അതുകൊണ്ട് തള്ളിക്കളയണമെന്നും രേഖപ്പെടുത്തിയതായി ഒരു മടവൂരിക്കും എവിടെയും ഉദ്ധരിക്കുവാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ, ഇമാം ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ, ഇമാം മുസ്ലിമിന്റെ ഹദീസുകൾക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം നവവി റഹ്മഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ, അവരാരെങ്കിലും ഈ ഹദീസ് വിശുദ്ധ ഖുർആന് വിരുദ്ധമാണെന്നും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് എതിരാണ് എന്നും അതുകൊണ്ട് ഇത് തള്ളിക്കളയണം എന്നും രേഖപ്പെടുത്തിയതായി എവിടെയും കാണാൻ കഴിയില്ല. മാത്രമല്ല, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായം, ഇത് മുശ്രിക്കുകൾ പറഞ്ഞ ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നത്. ആ വാദത്തെ അംഗീകരിക്കലാണ് ഈ ഹദീസ് സ്വീകാര്യമെന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും എന്താണ് മുശ്രിക്കുകൾ തങ്ങളുടെ വാദത്തിലൂടെ ഉന്നയിച്ചത് എന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ഒരു പരാമർശം നടത്തിയത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. മുശ്രിക്കുകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോപണമായി ഉന്നയിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഈ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഈ ആദർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കേൾപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ആ ആയത്തുകൾക്ക് വിശദീകരണമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ സിഹർ ബാധ മൂലമാണ് എന്നാണ് അവരുന്നയിച്ച ആരോപണം. എന്നാൽ അതാണോ ഈ ഹദീസ് അംഗീകരിക്കുന്നതിലൂടെ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലം വരെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ആദർശത്തിന് വിരുദ്ധമായി, അല്ലാഹുവിന്റെ റസൂല് ആ ദിവസം വരെ ഓതിക്കേൾപ്പിച്ച ഏതെങ്കിലും ഒരു ആയത്തിന് വിരുദ്ധമായി, അല്ലാഹുവിന്റെ റസൂല് ആ ദിവസം വരെ നൽകിയ ഏതെങ്കിലും ഒരു വിശദീകരണത്തിന് വിരുദ്ധമായി ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവയവങ്ങൾ കൊണ്ടുണ്ടായിട്ടില്ല. പിന്നെങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ മുശ്രിക്കുകളുടെ ആരോപണമായി പറഞ്ഞതിനെതിരാവുക? ഇനി മുശ്രിക്കുകൾ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണമായി ഉന്നയിച്ചു എന്ന് പറഞ്ഞ് ആ ആരോപണം ശരിയല്ല, അതേ ആശയം തന്നെ, അതേ വാദം തന്നെ വേറൊരാൾ പറഞ്ഞാൽ അത് മുശ്രിക്കുകളുടെ വാദത്തെ ശരിവെക്കലാണോ? മുശ്രിക്കുകൾ പറഞ്ഞു, നീ വെറും ഒരു മനുഷ്യനല്ലേ, നീ മനുഷ്യനാണല്ലോ, ഇസ്ലാം അത് അംഗീകരിച്ചു, അതേ മനുഷ്യനാണ്, പക്ഷേ അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുശ്രിക്കുകളുടെ വാദം അംഗീകരിച്ചു, ഇസ്ലാമിനെ നിഷേധിക്കുന്നവരുടെ വാദം അംഗീകരിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഒന്നാമത് പറഞ്ഞ ന്യായത്തിന്റെ അവസ്ഥയാണിത്. രണ്ടാമതോ,
വലിയ ഹദീസ് പണ്ഡിതന്മാരാണ് എന്ന ധാരണയിൽ പറയുന്നു ആ ഹദീസ് മുത്തറബാണ്. ആ ഹദീസിൽ വൈരുദ്ധ്യമുണ്ട്. ആ ഹദീസിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ലോകത്ത് ഏത് പണ്ഡിതന്മാർ പറഞ്ഞു? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരായി അംഗീകരിക്കപ്പെടുന്ന ഏത് പണ്ഡിതന്മാരാണ് ഇത് മുത്തറബാണ് എന്ന് പറഞ്ഞത്? ഇമാം ബുഖാരി ഈ മുത്തറബിന്റെ നിയമങ്ങളുമൊക്കെ പഠിപ്പിച്ചു തന്ന ഹദീസ് പണ്ഡിതന്മാരുണ്ടല്ലോ. ആ ഹദീസ് പണ്ഡിതന്മാരാണ് പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരി. ഈ മുത്തറബ് എന്ന സാങ്കേതിക പ്രയോഗം, ഹദീസിലെ മറ്റ് സാങ്കേതിക പ്രയോഗങ്ങൾ അത് നമുക്ക് വിശദീകരിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം ബുഖാരിയുടെ ഹദീസിൽ, ഇമാം ബുഖാരിയുടെ സഹീഹിൽ ദുർബലമായ ഒരൊറ്റ ഹദീസുമില്ല. പിന്നെ എങ്ങനെയാ അവര് പഠിപ്പിച്ച നിയമമനുസരിച്ച് ആ നിയമം വിശദീകരിച്ച് ഈ മടവൂരി മൗലവിമാർ ഇത് പ്രസംഗിച്ച് നടക്കുന്നത്? എങ്ങനെ പറയാൻ കഴിയും? ഈ മുത്തറബ് പഠിപ്പിച്ച, മുദല്ലസ് പഠിപ്പിച്ച, ആരാണ് മുദല്ലിസ് എന്ന് പഠിപ്പിച്ച ഒരു പണ്ഡിതനും പറഞ്ഞില്ല ഈ ഹദീസ് ദുർബലമാണ് എന്ന്. മടവൂരികളും അവരാരെയാണോ അംഗീകരിക്കുന്നത് ആ മുഅ്തസിലി പണ്ഡിതന്മാരുമല്ലാതെ, അതേപോലെ ആ വീക്ഷണം വെച്ച് പുലർത്തുന്ന മോഡേണിസ്റ്റുകളുമല്ലാതെ മറ്റൊരു പണ്ഡിതനും ഈ രൂപത്തിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെയോ ആ ഹദീസ് നിഷേധിക്കാൻ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരുടെ വലിയൊരു തെളിവെന്താ? അത് ഈ ഹദീസ് ഉദ്ധരിച്ചത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന് പറയുന്നത് ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ഒരാളാണ്. അഅസം എന്ന് പറഞ്ഞ ഒരാൾ അക്കാലത്ത് ജീവിച്ചിരുന്നിട്ടേ ഇല്ല. അങ്ങനെയുണ്ടെങ്കിലല്ലേ അയാൾക്ക് ലബീദ് എന്ന മകൻ ഉണ്ടാകൂ എന്നാണ്. വലിയ കണ്ടുപിടുത്താണ്. ഇമാം ബുഖാരിക്കത് മനസ്സിലായില്ല, ഇമാം ഇബ്നു ഹജറിനത് മനസ്സിലായില്ല, ഇമാം മുസ്ലിമിനത് മനസ്സിലായില്ല, ഇമാം നവവിക്കത് മനസ്സിലായില്ല. ഈ ഹദീസ് അംഗീകരിച്ച ലോകത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ട ഒരൊറ്റ പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉർവക്ക് മനസ്സിലായില്ല, ഹിശാമിന് മനസ്സിലായില്ല, അതേപോലുള്ള പണ്ഡിതന്മാർക്ക് പിന്നീട് വന്ന ആളുകൾക്ക് മനസ്സിലായില്ല. എന്ത്? അഅസം എന്ന് പറഞ്ഞ ഒരാള് തന്നെ ജീവിച്ചിരുന്നിട്ടില്ല, എന്നാലല്ലേ ലബീദ് എന്ന് പറഞ്ഞ മോനുണ്ടാകൂ. സഹോദരന്മാരെ, നമ്മൾ ആരെയാ വിശ്വസിക്കേണ്ടത്? അലിമല്ലയെയും സലാമല്ലയെയും വിശ്വസിക്കണോ? അതല്ല ഇമാം ബുഖാരിയെയും അതേപോലെ ഇമാം മുസ്ലിമിനെയും അംഗീകരിക്കണോ? ലബീദ് ഇബ്നു അഅസമിന്റെ ചരിത്രം പരിശോധിക്കണം മടവൂരികൾ. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ലബീദിന്റെ പേര് വരുന്നത്. ലബീദ് എന്ന ഒരു മകനില്ല, അഅസം എന്ന ഒരു പിതാവില്ല എന്ന് പറയുന്നവർ ഇമാം ഇബ്നു കസീറിന്റെ ബിദായ മറിച്ചു നോക്കുക. എന്താ പറയുന്നത് അവിടെ? ഖാല ഇബ്നു അസാക്കിർ വഗൈറുഹു. ആരെപ്പറ്റിയാ വിശദീകരിക്കുന്നത്? ജഅദ് ബിൻ ദിർഹം എന്ന മടവൂരികളുടെ പൂർവികനായ ഒരു നേതാവുണ്ടായിരുന്നു. ബുദ്ധിപരമായി മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇസ്ലാമിക ഭരണാധികാരി ഉളിഹിയത്ത് അറക്കുന്നതിന് പകരം അറുത്ത് കളഞ്ഞ് കൊന്നുകളഞ്ഞു അയാളെ. അത്ര വലിയ ബുദ്ധിജീവിയായിരുന്നു. ആ ജഅദ് ബിൻ ദിർഹമിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഖാല ഇബ്നു അസാക്കിർ വഗൈറുഹു വഖദ് അഖദ ജഅദ് ബിദ്അതഹു അൻ ബയാൻ ഇബ്നു സമാൻ. ജഅദിന് ഇത് കിട്ടിയത് ബയാൻ ഇബ്നു സമാനിനാണ്. ബയാൻ ഇബ്നു സമാൻ എവിടെ നിന്ന് കിട്ടി? വഖദഹ ബയാൻ അൻ ത്വാലൂത്ത് ബിൻ ഉഖ്തി ലബീദ് ബിൻ അഅസം. ലബീദ് ബിൻ അഅസമിന്റെ സഹോദരിയായ താലൂത്തിന്റെ മകനിൽ, സഹോദരീ പുത്രനായ താലൂത്തിൽ നിന്നാണ്. അപ്പൊ അഅസമിന് ലബീദ് മാത്രമല്ല, ഒരു മോള് വേറെയുണ്ട്. മടവൂരി പറഞ്ഞത് എന്താ? അഅസം എന്ന് പറഞ്ഞൊരു വാപ്പനില്ല, എന്നാലല്ലേ ലബീദ് എന്ന് പറഞ്ഞ മോനുണ്ടാകും. മടവൂരികളെ, അഅസം എന്ന് പറഞ്ഞ വാപ്പാക്ക് ലബീദ് എന്ന് പറയുന്ന ഒരു മകൻ മാത്രമല്ല, താലൂത്ത് എന്ന് പറയുന്ന പേരക്കുട്ടിയുടെ ഉമ്മ കൂടിയുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ലബീദ് ഇബ്നു അഅസം സൗജ് ഇബ്നതിഹി വഖദഹ ലബീദ് ഇബ്നു അഅസം അസ്സാഹിർ അല്ലദി സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഹൂദി. ഈ ലബീദ് ഇബ്നു അഅസമിനെ എവിടുന്നാ കിട്ടിയത്? യഹൂദികളിൽ നിന്നാണ്. ഒരു തെളിവ് മാത്രം ഞാൻ പറഞ്ഞു. ഇത് ഉദ്ധരിച്ച കിതാബുകൾ വേണമെങ്കിൽ ഇനിയും ഒരുപാട് കാണാൻ കഴിയും. ഇമാം ഇബ്നു കസീർ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അൽ മഫ്സൽ ഫീ താരീഖ് അൽ അറബി ഖബ്ല അൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ യഹൂദികളുടെ നേതാക്കന്മാരെണ്ണ. ആരൊക്കെയാ ജൂതന്മാരുടെ നേതാക്കന്മാർ? വമിൻ അശ്രി സാദാത്തി യഹൂദി അല്ലദീന വഖഫു മൗഖിഫൻ മുആദിയൻ മിന റസൂൽ. റസൂലിനോട് ശത്രുത പുലർത്തിയ യഹൂദി നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞെണ്ണുന്നു.
ഹയ്യ് ബിൻ അഖ്തബ്, അതേപോലെ തന്നെ യാസിർ ബിൻ അഖ്തബ് എന്നിങ്ങനെ എണ്ണി അവസാനം വിശദീകരിക്കുന്നു. വഅമ്മാ മിൻ ബഖിയത്തി ബുത്തൂനി യഹൂദ് ഫകാനു ലബീദ് ബിൻ ആസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത പുലർത്തിയ യഹൂദി നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ആരാണ്? ലബീദ് ബിൻ ആസമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അല്ലാതെ ഒരു ലബീദില്ല, ലബീദിന് അങ്ങനെ ഒരു വാപ്പയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. പിന്നെയോ വേറൊരു കണ്ടുപിടുത്തം, ആളുകളെ പിടിച്ചു നിർത്താൻ. കാരണം ഇവരെയൊക്കെ ധാരണ ഇവര് ഭയങ്കര ബുദ്ധിജീവികളാണ് എന്നാണ്. ആയിരിക്കാം, ബുദ്ധിജീവികളായിരിക്കാം, നമ്മൾ അംഗീകരിക്കാം. കാരണം അതുകൊണ്ടാണല്ലോ അവരൊക്കെ ഈ നിലയിൽ എത്തിച്ചേർന്നത്. വലിയ വലിയ ബുദ്ധിജീവികളായതുകൊണ്ട് അറബി ഭാഷയിൽ വിവരമുണ്ട്, അതേപോലെ തന്നെ ഖുർആനിൽ അപാരമായ ജ്ഞാനമുണ്ട്. ഹദീസുകളുടെ ആ സാഗരത്തിൽ മുങ്ങിത്തപ്പിയ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക അവരുടെ വാദത്തിന് വേണ്ടി. എന്നാലും കുറച്ച് മെച്ചെങ്കിലും ബുഖാരിക്ക് ഉണ്ടാവൂലേ? ഇവരെക്കാൾ ഒരുപാട് മേലെ എന്ന് നമ്മൾ പറയുന്നില്ല. ഒരു ചുരുങ്ങിയ ഒരു ചെറിയൊരു പരിഗണന നമ്മൾ കൊടുക്കണ്ടേ? അത് കൊടുത്താൽ ഈ പറഞ്ഞ വാദം ശരിയാകുമോ? അടുത്ത കണ്ടുപിടുത്തം എന്താ? ദർവാൻ എന്ന് പറഞ്ഞ ഒരു കിണർ എന്നില്ല, അതുണ്ടെങ്കിൽ ലോകത്തെവിടെയെങ്കിലും കാണൂലേന്ന്. അതിൽ ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന് പറയുന്ന കിണർ, അങ്ങനെ ഒരു കിണർ തന്നെ ലോകത്തില്ല. പക്ഷേ മടവൂരി മൗലവിമാരെ പറയട്ടെ, കിണർ ലോകത്തുള്ളതായി നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. കാരണം നിങ്ങൾക്ക് വിവരമില്ല. കിണർ ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം വിവരമുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചു. എവിടെയാ കിണർ? കിതാബുകളിലുണ്ട്. അങ്ങനെ ഒരു കിണറുണ്ടോ? ഇല്ലേ? അൽ മഫ്സൽ ഫീ താരീഖിൽ അറബി ഖബല അൽ ഇസ്ലാം എന്നിട്ട് പറയാൻ ആ ഗ്രന്ഥത്തിൽ ഒരുപാട് കിണറുകളെ പറ്റി. ഇവരൊക്കെ ഈ ജാതി ഒരുപാട് പുത്തൻവാദികൾ വരും, നിഷേധികൾ വരും എന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി. എന്താ അദ്ദേഹം പറയാണ്? ഈ മദീനയുടെ ചരിത്രം യസ്രിബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. വഫിൽ ഹവായി ത്യാബാർ യസ്കൂന മിൻഹാ അൽ മശ്റബ് വലിസഖി വലിൽ ഗസ്ലി. അവര് കുളിക്കാനും കുടിക്കാനും കൃഷിക്ക് നനക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കിണറുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. കമാ കാനത് ഫീഹാ ദുവർ മബ്നിയ ബിൽ ആജിരി വദുവർ മബ്നിയ ബിൽ ലബൻ. ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ ഇതൊക്കെ മദീനയിൽ ഉണ്ടായിരുന്നു. വബഅലുഹാ ദൂ താബഖൈൻ, രണ്ട് താബക്കുകൾ. അതാണ് നമ്മളിപ്പോ താബൂക്ക് എന്ന് പറയുന്ന സാധനം. രണ്ട് കട്ടകൾ വെച്ചുണ്ടാക്കിയ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു, കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. വഖദ് ഇസ്തഫറൽ യഹൂദു ആബാറ, ജൂതന്മാർ ഒരുപാട് കിണറുകൾ കുഴിച്ചിരുന്നു. കാനൂ യബിഊനൽ മാ മിൻഹാ ബിദ്ദലാൽ, അവർ ഈ കിണറുകളിലെ വെള്ളം വിറ്റിരുന്നു. മിസ്ല ബീറെ അറൂമ പോലെയുള്ള കിണർ. എന്നിട്ട് പറയുന്നു വമിൻ ആബാരിൽ മദീനത്തി ബീർ ദർവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന് പറയുന്ന ഈ കിണർ, ആ കിണർ മദീനയിലെ പ്രസിദ്ധമായ കിണറുകളിൽപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ചരിത്ര പണ്ഡിതന്മാർ ആ കിണറിനെ പറ്റി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും നോക്കുക, കിണറുകൾ, മദീനയിൽ അറിയപ്പെടുന്ന കിണറുകളെ പറ്റിയുള്ള ചർച്ച. ബീർ ഖുലാ, ബീർ സംസം, കൂട്ടത്തിൽ ബീർ ദർവാൻ ബിൽ മദീന. ആ കിണർ എവിടെയാണ്? മദീനയിലാണ്. എന്നിട്ട് ആ കിണറുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം കൂടി വിശദീകരിക്കുന്നത് കാണാം. ഇനിയും കേട്ടോ, ലുബബുൽ ലുബാബ് ഫീ തഹരീറുൽ അൻസാബ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. അൽ ജൗആനിയ. എന്താ ജൗആനിയ എന്ന് പറഞ്ഞാൽ? ഇസ്മുൽ ലിൽ ബുഖാ അല്ലതി ബിഹാ ബീർ ദർവാൻ. ബീർ ദർവാനുള്ള പ്രദേശത്തിന്റെ പേരാണ് ജൗആനിയ. പോരെ? ഇങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ച ബീർ ദർവാനെ പറ്റി നമ്മളെ മടവൂരി മൗലവിമാര് പറയുന്നത് എന്താ? അങ്ങനെ ഒരു കിണർ തന്നെ ലോകത്തില്ല. അപ്പൊ കിണറില്ല എന്നുള്ളതാണോ? അതല്ല, കിണറുള്ള വിവരം ഇവർക്കറിയില്ല എന്നതാണോ സത്യം? കിണറുള്ള വിവരം ഇവർക്കറിയില്ല എന്നതാണ്. ഇനിയോ അതേപോലെ തന്നെ പിന്നീട് പറയുന്നത് എന്താ? ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാരൊന്നും ശരിയില്ല എന്നാണ്. ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാർ ശരിയില്ല. ശരി മടവൂരികളെ, എത്ര ഹദീസ് തള്ളേണ്ടി വരും? ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാർ ശരിയില്ലെങ്കിൽ എത്ര ഹദീസുകൾ തള്ളേണ്ടി വരും? ഒരൊറ്റ സനദ് മാത്രം ഞാൻ വായിക്കാം. ഈ ഹദീസ് ബാബു സിഹ്ർ എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി 5766 നമ്പറായി ഉദ്ധരിക്കുന്നു. എന്താ സനദ്? حدثنا عبيد بن إسماعيل حدثنا أبو أسامة عن هشام عن أبيه عن عائشة.
ആരാണ്? ഉബൈദ് ബിൻ ഇസ്മായിൽ, അബൂ ഉസാമ, ഹിഷാം, അൻ അബീഹി, അൻ ആയിഷ. 5 ആളുകളാണ്. ഇതേ സനദുള്ള ഹദീസുകൾ ബുഖാരിയിൽ എത്രയുണ്ട് നോക്കിക്കോ. 1889 ഹദീസ്. ഹദ്ദസനാ ഉബൈദ് ബിൻ ഇസ്മായിൽ, ഹദ്ദസനാ അബൂ ഉസാമ, അൻ ഹിഷാം, അൻ അബീഹി, അൻ ആയിഷ. സിഹ്റല്ല വിഷയം. ഇനി നോക്കിക്കോ. 2563 നമ്പർ ഹദീസ്. ഹദ്ദസനാ ഉബൈദ് ബിൻ ഇസ്മായിൽ, ഹദ്ദസനാ അബൂ ഉസാമ, അൻ ഹിഷാം ബിൻ ഉർവ, അൻ അബീഹി. സിഹ്റല്ല വിഷയം. ഇനിയും നോക്കിക്കോ. ബുഖാരിയിലെ 2765 നമ്പർ ഹദീസ്, ബുഖാരിയിലെ 3308 നമ്പർ ഹദീസ്, 3773 നമ്പർ ഹദീസ്, അതേപോലെ തന്നെ 4093 നമ്പർ ഹദീസ്, 6391 നമ്പർ ഹദീസ്. ഈ ഹദീസുകളൊക്കെ ഇനിയും വേറെ ഒരുപാട് ഹദീസുകൾ ഇതേ പരമ്പരയിലൂടെ വന്നതുണ്ട്. ഒക്കെ മടവൂരി തള്ളോ? സലാം സ്വലമി വലിയ കാര്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹദീസാണല്ലോ, പെണ്ണ് പള്ളിയിൽ കിടന്ന് ഉറങ്ങിയതിന് തെളിവുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചത് ഈ സനദിലൂടെയാ. തള്ളണ്ടേ. ഒരു സനത്, വ്യത്യസ്തമായ സനദികളിൽ വന്ന ആളുകൾ വേറുണ്ട്. ഇതേ ആളുകൾ വ്യത്യസ്തമായ സനദിൽ വന്ന ഹദീസുകൾ വേറെ. ഞാൻ പറയുന്നത് അതേ സനത്, വ്യത്യസ്തമായ രൂപത്തിൽ വന്നതല്ല, അതേ സനത്. ഈ രൂപത്തിൽ ഒരുപാട് ഹദീസുകളിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അപ്പോൾ ആ സനത് വെച്ച് തള്ളുകയാണെങ്കിൽ ഒരുപാട് ഹദീസുകൾ മടവൂരികൾ തള്ളേണ്ടി വരും. ഇനിയോ വേറൊരു വാദം എന്താ? ഈ ഹദീസ് ഉദ്ധരിച്ച സനദിൽ വന്ന ഹിഷാമുൻ അൻ അബീഹി എന്നാണ് അതിലുള്ളത്. ഈ ഹിഷാമുൻ അൻ അബീഹി എന്ന് പറഞ്ഞാൽ ഹിഷാം വാപ്പയിൽ നിന്ന് കേൾക്കാത്തത് ഉദ്ധരിക്കുന്ന ആളാണ്. അതുകൊണ്ടത് അയാൾ മുദല്ലിസാണ്. ഈ ഹദീസ് മുദല്ലസാണ് എന്നാ. ഞാൻ ചോദിച്ചല്ലോ, ആരായി മുദല്ലസൊക്കെ പഠിപ്പിച്ച്? സലാം സുലമി ഇപ്പൊ ഉണ്ടാക്കിയൊന്നല്ലല്ലോ ഇത്. മുമ്പ് പണ്ഡിതന്മാര് പറഞ്ഞ മൂപ്പർക്ക് അറബി ഭാഷയിൽ ഉള്ള വിവരം വെച്ച് മൂപ്പര് മനസ്സിലാക്കിയതല്ലേ എനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഉള്ള വിവരം വെച്ച് എന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം മൂപ്പരങ്ങനെയാണ്. ചിലപ്പോ ഹിജർ ഇസ്മായിലിനെ പറ്റി ഹജർ എന്ന് മനസ്സിലാക്കി കല്ല് എന്നൊക്കെ അർത്ഥം എഴുതും. ആ ജാതി വലിയ പണ്ഡിതനാണ് സലാം സുലമി. മൂപ്പരടുത്ത് നിന്ന് കിട്ടിയതാണല്ലോ ഈ ആളുകൾക്കൊക്കെ ഉള്ളത്. ആരാണ് ഈ മുദല്ലിസ് പഠിപ്പിച്ചത്? ആരാണ് മുദല്ലസ് പഠിപ്പിച്ചത്? ആ മുദല്ലിസും പഠിപ്പിച്ച പണ്ഡിതന്മാരാരെങ്കിലും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹിഷാം അൻ ഹിഷാമിൻ അൻ അബീഹി എന്ന് പറയുന്ന പരമ്പരയിലൂടെ ഉദ്ധരിച്ച ഹദീസുകൾ ദുർബലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു പണ്ഡിതനും രേഖപ്പെടുത്തിയില്ല. കാരണം എന്താ? അങ്ങനെ രേഖപ്പെടുത്തിയാൽ മടവൂരികൾക്ക് ഒരു സിഹിറിന്റെ ഹദീസേ തള്ളേണ്ടതുള്ളൂ. പക്ഷേ മറ്റുള്ള സനദികൾ അവർക്കറിയില്ലല്ലോ. അൻ ഹിഷാമിൻ അൻ അബീഹി എണ്ണിക്കോ മടവൂരികളെ. ബുഖാരിയിലെ ഹദീസ് 20 നമ്പർ, 130, 212, 262, 317, 320, 356, 463, 544, 925. അങ്ങനെ എണ്ണിയാൽ അൻ ഹിഷാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസുകൾ 141 എണ്ണം. തള്ളണ്ടേ? അൻ ഹിഷാമിൻ അൻ അബീഹി 141 ഹദീസുകൾ. തീർന്നില്ല. അൻ ഹിഷാം ഇബ്നു ഉർവ അൻ അബീഹി. കാരണം ഈ ഹിഷാം എന്ന് പറഞ്ഞാൽ ഉർവയുടെ മകനാണ്. അൻ ഹിഷാം ഇബ്നു ഉർവ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസുകൾ ബുഖാരി ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ ഹദീസ് 100, 147, 222, 228, 248. അങ്ങനെ എണ്ണിയാൽ 120 ഹദീസ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകൾ 360, 688, 689, 746, 805 നമ്പറുകൾ മാത്രം പറയാൻ ഞാൻ ഹദീസുകൾ വായിക്കുന്നില്ല. ഇതൊക്കെ അൻ ഹിഷാമിൻ അൻ അബീഹി എന്നാണ്. ഒരു സിഹിറിന്റെ ഹദീസ് മാത്രം തള്ളിയാൽ മടവൂരികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മടവൂരികളുടെ ഒരു വാദം അതാണ്. വേറൊരു വാദം എന്താ? മടവൂരികൾ പറയുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതല്ല. എനിക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ സിഹിർ ബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ അതാരുണ്ടാക്കിയതാണ്? അത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അതെന്തായിരിക്കാം? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം